കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് മെർലിൻ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 6 മാസമായി. 2024 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ജർമ്മൻ B2 ഫസ്റ്റ് ട്രിപ്പ് തന്നെ അത് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുക എന്നുള്ളതായിരുന്നു. ഞാൻ എക്സാം എഴുതി. എനിക്ക് റൈറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത ടോപ്പിക്കാണ് വന്നത്. ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ പോകുമ്പം തൈലം കൊണ്ട് കുരിശ് വരച്ചും പിന്നെ ഉപ്പും ഈ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എഴുതുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് 4 മൊഡ്യൂളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റി. എൻ്റെ ഒരു കഴിവ് വെച്ചാൽ അതെനിക്ക് പറ്റില്ല എന്ന് 100% ഉറപ്പായിരുന്നു. പക്ഷെ എനിക്കത് വേഗം തന്നെ പാസ്സായി എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അപ്പം പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പം ഏപ്രിലോട്ടാണ് കൊടുത്തത്. പക്ഷേ ഏപ്രിലോട്ട് കിട്ടില്ല, ബുദ്ധിമുട്ടാണ്, സെപ്റ്റംബറിലോട്ട് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബൈബിളും അതുപോലെ തന്നെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂ വന്നു. എനിക്ക് ഫെബ്രുവരിയിലോട്ട് ശരിയായി. എനിക്ക് ഫെബ്രുവരി 1-ാം തീയതിക്ക് വിസ അടിച്ചു വന്നു. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് 2025 മാർച്ചിൽ പോകണം എന്നായിരുന്നു. പക്ഷെ എനിക്ക് ഫെബ്രുവരിയിലോട്ട് തന്നെ ശരിയാക്കി തന്നു മാതാവ്. പിന്നെ എനിക്ക് ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പോകാനുള്ള ക്യാഷിനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര അതെങ്ങനെ സംഘടിപ്പിക്കുന്നത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹോസ്പിറ്റൽ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്പോൺസർ ചെയ്തു. ഏജൻസി ഫീസും എല്ലാം കൂട്ടി ഒരു 5 ലക്ഷത്തോളമൊക്കെ വേണമായിരുന്നു. പക്ഷേ എൻ്റെ പ്രോസസ്സിങ് ചെയ്ത് തന്നത് ഞാൻ പഠിച്ച സ്ഥലത്തുള്ള അച്ഛൻ തന്നെയായിരുന്നു. അപ്പം എനിക്ക് പ്രോസസ്സിങ്ങിൻ്റെ ഒറ്റ പൈസയും വന്നില്ല. പിന്നെ എനിക്കിപ്പം പോണേൻ്റെ ചിലവുള്ള കുറച്ച് പൈസ മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളൂ. ടിക്കറ്റ് വരെ എനിക്ക് അവരാണ് എടുത്തു തരുന്നത്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുള്ളൂ, എനിക്ക് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു, അതെന്ന് മാത്രം പറഞ്ഞുള്ളൂ. പക്ഷെ എനിക്കെല്ലാം മാതാവ് ശരിയാക്കി തന്നു. പിന്നെ ഞാൻ ഞായറാഴ്ചകൾ മാത്രമേ പള്ളിയിൽ പോണൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എനിക്ക് ജോലി ഞാൻ BCom കഴിഞ്ഞിട്ടാണ് ഞാൻ ജർമ്മൻ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും ബൈബിൾ വായിക്കും, എനിക്കതിനൊരു ഉത്തരം കിട്ടും. അരമണിക്കൂർ ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് ബൈബിൾ വായിച്ചിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിരുന്നു. മുരിങ്ങൂർ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അപ്പം അവിടെ അലിത്തീം ഞാൻ അവിടെ ഇങ്ങനെ ഭവനങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടും ഞാൻ ചെയ്തിരുന്നു. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നതിന് മാതാവിന് ഒരുപാട് നന്ദി. സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. തൻ്റെ ജീവിതത്തിൽ മെർലിൻ ജോയി കർത്താവിനെ രുചിച്ചറിഞ്ഞ് ഇന്നിവിടെ വന്ന് ദൈവം തനിക്ക് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. താൻ വിദേശത്തേക്ക് പോകണമെന്ന തൻ്റെ ആഗ്രഹവും ജർമ്മൻ കോഴ്സ് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തനിക്ക് പാസ്സാകാൻ കഴിഞ്ഞു. തൻ്റെ സാമ്പത്തികമായിട്ടുള്ള തങ്ങളുടെ ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ അതെല്ലാം നിയോഗമായിട്ട് വെക്കുമ്പോൾ തനിക്കിന്ന് യാതൊരു പൈസ ചെലവും ഇല്ലാതെ തന്നെ തനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ മറ്റുള്ളവരിലൂടെ എങ്ങനെയാണ് തനിക്ക് വ്യക്തമാക്കി ഈശോ തന്നത്, തൻ്റെ ജീവിതത്തിൽ എങ്ങനെ വ്യക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ ഇന്ന് വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ദൈവത്തെ രുചിച്ചറിയുന്ന മക്കളും ഇനി തങ്ങളുടെ ജീവിതത്തിൽ അത് മുമ്പോട്ടും അവർ തീർച്ചയായും അവരുടെ ജീവിതം ആ ഒരു ദൈവാനുഭവത്തിൽ തന്നെ നിലനിൽക്കും എന്നുള്ളതുമാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.